വിശേഷം? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിലുള്ള റെസിപ്പിയാണ്, അതായത് ഹോം മെയ്ഡ് ടൊമാറ്റോ കെച്ചപ്പ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി 2-3 കുട്ടികൾ സ്ഥിരമായിട്ട് എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു, ചേച്ചി എന്തായാലും ടൊമാറ്റോ കെച്ചപ്പ് ഉടനെ തന്നെ ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഇന്നലെ കൂടിയിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി. അപ്പോൾ ചേച്ചിക്ക് ഇനി മേലെ ഞാൻ മെസ്സേജ് അയക്കില്ല, പിണങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിണക്കം മാറിയെന്ന് വിശ്വസിക്കുന്നു, സന്തോഷമായി എന്ന് വിശ്വസിക്കുന്നു. ഇതിനൊക്കെ പിന്നെ ഞാൻ പറയാറുള്ള പോലെ തന്നെ എല്ലാ റെസിപ്പിക്കും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസാന്ന് ഞാൻ പറയാറില്ലേ. കാരണം എല്ലാം ഒത്തു വരണം, നമുക്ക് അത് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നണം. അതുപോലെ തന്നെ എന്താ പറയുക, റെസിപ്പീസിൻ്റെ ഇൻഗ്രീഡിയൻസ് അവൈലബിൾ ആയിരിക്കണം. പിന്നെ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള റെസിപ്പി കിട്ടണം. എല്ലാം കൂടെ ഒത്തു വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഇടാറുണ്ട്, ശ്രമിക്കാറുണ്ട് മാക്സിമം. അതുപോലെ ഇപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പി ആയിരുന്നു ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്ന ടിഫിൻ സാമ്പാർ, അതുപോലെ തന്നെ കൽത്തപ്പം. പക്ഷേ എനിക്കൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 4.25 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഇടുന്നതിന് അത്ര റെസ്പോൺസ് വരുന്നില്ല. അപ്പം അത് കാണുമ്പോൾ എനിക്ക് വീണ്ടും ഇതുപോലെ ഉണ്ടാക്കാനൊരു ഇൻട്രസ്റ്റ് വരുന്നില്ല, ഒരു ഉന്മേഷം വരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, റിക്വസ്റ്റ് ചെയ്യുന്ന റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ കാണുക, ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് തരിക. അപ്പോൾ എനിക്ക് കൂടുതൽ ഇതേപോലെ തന്നെ റെസിപ്പീസ് ഉണ്ടാക്കി നോക്കാനും അത് പോസ്റ്റ് ചെയ്യാനും തോന്നും. ഓക്കെ, അപ്പോൾ ഇത് ഹോം മെയ്ഡ് കെച്ചപ്പ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, ആ സമയം നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക, അതിനുശേഷം ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ടൊമാറ്റോ കെച്ചപ്പ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നന്നായി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആണ്. നമുക്ക് ചെറുതായിട്ട് മുറിച്ചിട്ട് കുക്കറിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അതിനുവേണ്ടി നമുക്കൊരു കുക്കർ എടുക്കുക, അതിലോട്ട് ടൊമാറ്റോ മുറിച്ചിടുക. അപ്പോൾ ടൊമാറ്റോ നമുക്ക് മുറിച്ചിടാം. വളരെ ചെറുതൊന്നും ആക്കണ്ട, കാരണം നമുക്ക് കുക്ക് ചെയ്തിട്ട് അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, തിക്കായിട്ടുള്ളൊരു ഭാഗം റിമൂവ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഈ ഒരു തിക്കായിട്ടുള്ള ഭാഗം റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. നല്ല പഴുത്ത ടൊമാറ്റോ ആവാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതാ മൊത്തത്തിൽ ഞാനിപ്പോൾ 1 കിലോ ടൊമാറ്റോ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിനി ഇതിലോട്ട് 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വളരെ ചെറിയ കഷ്ണം കറുകപ്പട്ട. അത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. നമ്മളിത് കുക്ക് ചെയ്തതിന് ശേഷം ഇത് അരക്കില്ല, ഇത് ഞാൻ എടുത്ത് മാറ്റി വെക്കും. കാരണം ഇത് അരയ്ക്കാനുള്ളതല്ല, ഇതിന്റെ ഒരു ഫ്ലേവർ നമ്മുടെ കെച്ചപ്പിലേക്ക് വരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് അങ്ങ് ഇതിന്റെ ഫ്ലേവർ കൂടും, അത് പാടില്ല, ഇത് നിർബന്ധവും ഇല്ല. അപ്പൊ നമ്മൾ ഓരോ ബ്രാൻഡ് കെച്ചപ്പ് കഴിക്കുമ്പോഴും ഓരോരോ സ്പൈസസിന്റെ സ്മെല്ല് ഫീൽ ചെയ്യാറുണ്ട് അല്ലെ. ചിലതിൽ ചെറിയതായിട്ട് ഗാർലിക് ഇടും. ഇപ്പൊ നിങ്ങൾക്ക് ഗാർലിക്കിന്റെ ഒരു പീസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അതായത് വെളുത്തുള്ളി. പിന്നെ ചിലര് സെലറി ഉണ്ടല്ലോ, സെലറിയുടെ സ്മെല്ല് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക്. അപ്പോൾ അതെന്താണ് നിങ്ങൾക്ക് താല്പര്യം അത് ചേർത്ത് കൊടുക്കുക, ഇതില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇത് അരയ്ക്കാൻ പാടില്ല, നമ്മൾ അരയ്ക്കുന്നേക്കാളും മുൻപായിട്ട് അത് റിമൂവ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ, എന്നിട്ട് ഓഫ് ചെയ്ത് വെക്കുക. പ്രഷർ കംപ്ലീറ്റ് മാറിയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ്, ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. 4 വിസിൽ കേട്ടോ. അപ്പൊ ഇതൊരു 4 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിന്റെ കംപ്ലീറ്റ് പ്രഷറൊക്കെ മാറി ഒന്ന് തണക്കട്ടെ, അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിലത്തെ ആ പട്ടയും ഗ്രാമ്പും നമുക്കൊന്ന് എടുത്ത് കളയാം. ഇതിലിട്ടിരുന്ന പട്ടയും ഗ്രാമ്പും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായി ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ചൂടോടുകൂടി അരയ്ക്കാൻ പാടില്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്. പെട്ടെന്ന് മിക്സിയുടെ പുറത്ത് കൂടെ അങ്ങ് എല്ലാം കൂടെ തെറിച്ച് നമ്മുടെ മേലൊക്കെ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്, അത് സൂക്ഷിക്കുക. അപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇനി മിക്സിയുടെ ജാറിൽ ഇട്ടതിന് ശേഷം നല്ലതായിട്ട് ഫൈനായിട്ട് അരച്ചിട്ട് കൊണ്ടുവരട്ടെ. ഞാൻ ഇതാ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കണം. അരിപ്പാന്ന് പറയുമ്പോൾ വളരെ നൈസായിട്ടുള്ള ചായ അരിപ്പൊന്നും പാടില്ല. അതിന് പകരമായിട്ട് നമ്മൾ ജ്യൂസ് അരിക്കാനൊക്കെ എടുക്കുന്ന അരിപ്പയില്ലേ, ആ അരിപ്പ എടുക്കാം. അത്യാവശ്യം ഒരു കുഴിയുള്ള കടായാണ്. ഞാൻ ജാം ഉണ്ടാക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിപ്പോൾ പുറത്തേക്ക് അങ്ങ് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കുഴിയുള്ള പാത്രം എടുക്കാൻ പറയുന്നത് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ കുക്ക് ചെയ്ത കുക്കറിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അരിപ്പയിൽ കൂടി ഇത് ഒഴിച്ചു കൊടുത്ത് അരിച്ചെടുക്കാം. ഞാൻ വെള്ളം ഒഴിക്കാറുണ്ട്, ചിലർ വെള്ളം ഒഴിക്കില്ല കുക്ക് ചെയ്യുമ്പോൾ. പക്ഷെ അല്ലെങ്കിൽ പിന്നെ വീണ്ടും എക്സ്ട്രാ വെള്ളം ഇതിന് ശേഷം ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കൂടുതലെടുക്കുമെങ്കിൽ പോലും പെർഫെക്റ്റ് ആയിട്ടുള്ള കെച്ചപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തക്കാളി നല്ല പഴുത്തിട്ടുള്ള തക്കാളി ആയിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നിങ്ങൾ എത്ര പേര് നമ്മളെ ജാം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, സ്ട്രോബെറി ജാം? ഒരുപാട് പേര് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിരുന്ന റെസിപ്പിയാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലല്ലേ എനിക്ക് വീണ്ടും അതുപോലത്തെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ തോന്നുള്ളൂ. പിന്നെ പൈനാപ്പിൾ ജാമിൻ്റെ റിക്വസ്റ്റ് എനിക്ക് വരുന്നുണ്ട്, ഞാൻ നോക്കട്ടെ, സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അരിച്ചെടുത്തിരിക്കുന്ന ടൊമാറ്റോന്റെ പ്യൂരിയിലോട്ട് ചേർക്കാൻ പോകുന്നത്
കാശ്മീരി മുളക് പൊടിയാണ്. അതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ രീതിയിൽ ടൊമാറ്റോ കെച്ചപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് എരിവ് പാടില്ല അല്ലെ. അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഒരു എരിവ് മാത്രം പാടുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് എരിവ് ഇടണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവോയ്ഡ് ചെയ്യാം കേട്ടോ. നിർബന്ധമൊന്നുമില്ല ഇടണമെന്ന്. പക്ഷെ ഒരു കളർ കിട്ടാനും ലൈറ്റ് ആയിട്ടുള്ള രീതിയിൽ എരിവ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 2 നുള്ള് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാര. 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. അവസാനം പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. പിന്നെ പഞ്ചസാരയുടെ ഒക്കെ അളവ് നിങ്ങളുടെ ഓരോരുത്തർക്കും ഇഷ്ടമനുസരിച്ച് മാറ്റം വരുത്തുക. കാരണം എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ല ചിലപ്പോൾ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവുക. പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് പിന്നെ മിക്സ് ചെയ്ത് നോക്കി അവസാനം ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി അങ്ങ് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിന്റെ ടേസ്റ്റ് നോക്കാൻ മറക്കരുത്. കാരണം ഓരോ തക്കാളിയുടെയും പുളിക്ക് വ്യത്യാസം ഉണ്ടാവും. ചില സമയത്ത് നമുക്ക് കിട്ടുന്ന തക്കാളിക്ക് നല്ല പുളിരസം ഉണ്ടാവും. അതേസമയം ചില തക്കാളിക്ക് നല്ല മധുരമായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയാണ് പുളിയുടെ അളവെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതനുസരിച്ച് വേണം നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന വിനീഗറിന്റെ അളവ് തീരുമാനിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ടേസ്റ്റ് ചെയ്യാൻ. ഓക്കെ. ആ കാശ്മീരി മുളക് പൊടി ചേർത്തപ്പോഴാണ് ടൊമാറ്റോ കെച്ചപ്പിന്റെ ഒരു നല്ലൊരു കളർ വന്നേക്കുന്നത്. ശ്രദ്ധിച്ചോ നിങ്ങൾ? കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കളറും കിട്ടും, അതേസമയം ഒരുപാട് എരിവ് കൂടുമില്ല. ഇനി ഞാൻ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. വളരെ ലൈറ്റ് ആയിട്ടുള്ള എരിവ് മാത്രമേ ഉള്ളൂ. അതൊരു നല്ല എരിവാണ്. ഉപ്പ് കുറച്ച് കമ്മിയായി തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ മധുരം നോക്കിയപ്പോൾ എനിക്ക് ലൈറ്റ് ആയിട്ടുള്ള പുളിയെ ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോകണു? ഇതിലേക്ക് വൈറ്റ് വിനീഗർ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. വൈറ്റ് വിനീഗറിന്റെ അളവ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഡിപ്പെൻസ്. വൈറ്റ് വിനീഗർ ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിക്കാൻ പറ്റുമെന്ന് ചിലപ്പോൾ ചോദ്യങ്ങൾ വരാം. ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. ചിലവര് നമ്മുടെ പുളി ചേർക്കുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് പ്രോപ്പർ റെസിപ്പിയിൽ പുളിയൊന്നും ചേർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ നിങ്ങൾ കയ്യിൽ ഇല്ലെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് പുളി വെള്ളത്തിലിട്ട് അതിന്റെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നോക്കൂ. പക്ഷെ വൈറ്റ് വിനീഗർ തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ. 1 ടേബിൾ സ്പൂണും കൂടെ ആവാം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട് തൽക്കാലം. നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒരു 10-20 മിനിറ്റ് വേണ്ടി വരും മിക്കവാറും ഇത് വറ്റി ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ കെച്ചപ്പിന്റെ കൺസിസ്റ്റൻസി ആയി കിട്ടാൻ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് മാത്രം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ വീണ്ടും മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കുക. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കോളും. മീഡിയം ഫ്ലെയിമിൽ മാത്രം വെക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഒരുപാട് പിടിക്കും ഇതൊന്ന് വറ്റി വരാൻ. വറ്റി വന്നാലല്ലേ കറക്റ്റ് കൺസിസ്റ്റൻസി ആവണ വരെ നമ്മൾ ഇത് വറ്റിച്ചുകൊണ്ടേ ഇരിക്കണം. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടോ, അതിനുശേഷം വീണ്ടും മീഡിയം ഫ്ലെയിമിലിട്ടോ. അങ്ങനെ നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ മേലേക്ക് വരുന്ന ആ പത ഒന്ന് റിമൂവ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ. ഇങ്ങനെ ചെയ്യുമ്പോഴും ഇപ്പോൾ ജാം ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇളക്കി കൊടുക്കുക. സൈഡിലൊക്കെ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ താഴോട്ടാക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ നന്നായിട്ട് വറ്റാനുണ്ട്. ഇതിപ്പോൾ വെറും വെള്ളം പോലെ ഇരിക്കുന്നത് ഒരു 1/4 ഭാഗം ആയിട്ടുള്ളൂ. ഇനി ഒരു 3/4 ഭാഗം കൂടെ റെഡി ആവാനുണ്ട്. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. എനിക്ക് ഈ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു എരിവ് ഇഷ്ടമാണ്. അതേസമയം ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ ചേർത്തിരിക്കുന്ന സ്പൈസ് ലെവൽ ഒന്ന് കുറച്ചോളൂ കേട്ടോ. ഇതിൽ ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. മധുരം ആവശ്യത്തിനുണ്ട്. 6 ടേബിൾ സ്പൂൺ മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യം കുറച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. പ്രിസർവേറ്റീവ് ഏജന്റ് ആയിട്ടാണ് നമ്മുടെ വിനീഗർ വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി വിനീഗർ ഒട്ടും താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിനീഗർ ഇല്ലാണ്ടും ഉണ്ടാക്കാം. പക്ഷെ ഒരുപാട് ദിവസം ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല വിനീഗർ ഒഴിച്ചിട്ടില്ലെങ്കിൽ. അതാണ് അതിന്റെ കുഴപ്പം. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഹോം മെയ്ഡ് ആയതുകൊണ്ട് സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കെച്ചപ്പ് സൂക്ഷിക്കുന്ന അത്ര നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല. മിനിമം നമുക്കൊരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച, അല്ലാതെ അതിൽ കൂടുതൽ സൂക്ഷിച്ച് വെക്കാൻ പാടില്ല. പെട്ടെന്ന് കേടായി പോവും. ഒരു 3 ആഴ്ച മേലേക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാനിവിടെ അധികം സമയം വെച്ചിട്ടില്ല. 2 ആഴ്ച കൂടുതലൊന്നും എൻ്റെ ഫ്രിഡ്ജിൽ ഇത് ഇരുന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. പിന്നെ പ്രിസർവേറ്റീവ് ഏജൻ്റൊക്കെ ചേർക്കേണ്ടി വരും. പക്ഷെ ഞാനിതുവരെ ചേർക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ടാക്കി ചൂടാറി കഴിഞ്ഞതിന് ശേഷം പുറത്തുനിന്ന് വാങ്ങിച്ച കെച്ചപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഹോം മെയ്ഡ് കെച്ചപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് ഒന്ന് ഫീൽ ചെയ്ത് നോക്കൂ. കാരണം ഫ്രഷ് ആയിട്ട് നമ്മൾ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കുന്ന കെച്ചപ്പും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കെച്ചപ്പും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു അഭിമാനം ഫീൽ ചെയ്യും. കാരണം എൻ്റെ മക്കൾക്ക് ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ അമ്മമാർക്ക് ഒരു നല്ലൊരു ഫീലിംഗ് അല്ലേ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഫീലിംഗ്. നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ റെസിപ്പീസ് ഇതിപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് അറിയുന്ന റെസിപ്പി തന്നെയാണ്. പക്ഷെ അതിൻ്റെ അളവാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞ പോലെ അളവിലൊക്കെ വ്യത്യാസങ്ങൾ വരാം. പക്ഷെ ബേസിക് ആയിട്ട് ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്താൽ മതി. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന പട്ട കരയാമ്പൂ എന്ന് പറയുന്നത്
ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷനാണ്. പക്ഷെ അത് ഇടുമ്പോൾ ഇപ്പോൾ ഈ തിളച്ച് വറ്റി വരുമ്പോഴാണ് നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലുണ്ട്. പക്ഷെ അത് വളരെ നല്ല സ്മെല്ലാണ്. നമ്മൾ ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ലാസ്റ്റായിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ വരുത്തുക. പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക, ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ചില കച്ചപ്പ് കഴിക്കുമ്പോൾ ഭയങ്കര പുളിരസമായിരിക്കും. ആ പുളിരസമുള്ള ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഇപ്പം എനിക്ക് ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ഇതിലൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് പൊട്ടിത്തെറിക്കുന്നുണ്ട്, അപ്പൊ സൂക്ഷിക്കണം കേട്ടോ. ബാക്കിലോട്ട് മാറി നിൽക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തേക്കൊക്കെ തെറിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് വെള്ളത്തിന്റെ അംശം മാറിക്കഴിഞ്ഞാൽ ഇത് റെഡി ആയെന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ കച്ചപ്പ് ഇപ്പൊ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാരണം നോക്കിക്കേ, കൈലുമ്പിൽ കണ്ട ശരിക്കും ഇങ്ങനെ കോട്ടായിട്ടുണ്ട്. നമ്മൾ വരച്ചു കഴിഞ്ഞാൽ വര നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം ഇത് റെഡി ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്ലേറ്റിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് താഴോട്ടാക്കുക. അപ്പം ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് വെള്ളം സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം റെഡി ആയിട്ടില്ല എന്നാണ്. അതേസമയം ഇത് നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം റെഡി ആയിട്ടുണ്ടെന്നാണ്. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും സ്പൂണിൽ കോട്ടായിരിക്കുന്ന അവസ്ഥ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്കൊരു 25 മിനിറ്റാണ് ഇത് റെഡി ആവാൻ എടുത്തിരിക്കുന്നത്, എൻ്റെ അടുപ്പിൻ്റെ ചൂടനുസരിച്ച്. ഓക്കെ, അത് നിങ്ങളുടെ അടുപ്പനുസരിച്ച് മാറ്റം വരും. അതുപോലെ തന്നെ നമ്മുടെ പാത്രം അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ വലിയ പാത്രത്തിൽ ചെയ്യണമെങ്കിൽ കുറച്ച് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അതേസമയം കുറച്ച് ചെറിയ പാത്രത്തിൽ ചെയ്യുമ്പോൾ കുറച്ച് സമയം കൂടുതൽ പിടിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, നമ്മൾ ഫ്രിഡ്ജിലൊക്കെ കെച്ചപ്പ് വെച്ചതിന് ശേഷം കുറച്ച് ദിവസം ഇരുന്നതിന് ശേഷം നിങ്ങൾ നോക്കുമ്പോൾ ആ കെച്ചപ്പിന്റെ മേലെ വെള്ളം സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. ആദ്യം നമ്മൾ കെച്ചപ്പ് സ്ക്യൂസ് ചെയ്യുമ്പോൾ വരുന്നത് വെള്ളമായിരിക്കും, പിന്നെയാണ് തിക്കായിട്ടുള്ള കെച്ചപ്പ് വരുന്നത്. എപ്പോഴും കെച്ചപ്പ് എടുക്കുമ്പോൾ നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം മാത്രം കെച്ചപ്പ് ഉപയോഗിക്കുക. പിന്നെ എക്സ്പയറി ഡേറ്റ് നോക്കാൻ പ്രത്യേകിച്ച് മറക്കരുത് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ ഒരു 3 ആഴ്ച വരെയൊക്കെ നമുക്ക് മാക്സിമം ഫ്രിഡ്ജിൽ വെക്കാം. അതും ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വെക്കാൻ മറക്കരുത്. പിന്നെ ഉപയോഗിക്കുന്ന സ്പൂൺ എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം, വെള്ളമില്ലാത്തതായിരിക്കണം. വൺസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് തിരിച്ച് എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. പുറത്തൊന്നും വെക്കാൻ പാടില്ല, ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റാം. തണുക്കാൻ വേണ്ടി നമുക്ക് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വയ്ക്കാം. ഇതാ ഇപ്പം നമ്മുടെ കെച്ചപ്പ് നന്നായി ചൂടാറിയിട്ടുണ്ട്, നല്ല തണുത്ത് നല്ല പരിപാടിയിരിപ്പുണ്ട്. നമുക്കിനി ഇത് ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കുപ്പിയിലോട്ട് മാറ്റാം, അതിനുശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ ഈ കൺസിസ്റ്റൻസി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇടുമ്പോൾ ഇതുപോലെ തന്നെ ലൂസായിട്ട് വരണം. അതേസമയം ഒരുപാട് ലൂസാവാനും പാടില്ല, നമ്മുടെ ജാമിൻ്റെ പോലെ ഒരുപാട് കട്ടിയാവാനും പാടില്ല. അപ്പോൾ നമുക്ക് കുപ്പിയിലോട്ട് നമ്മുടെ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. ഫണലുണ്ടെങ്കിൽ ഫണലെടുക്കുക, ഫണലിൽ കൂടെ ഒഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അധികം കളയാണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അവസാനമായിട്ട് ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് നോക്കിയാലോ? അരെ വാ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു അളവാണ് എനിക്ക് ഇത്രയും 1 കിലോ ടൊമാറ്റോ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു ചെറിയൊരു കുപ്പിയും അതുപോലെ തന്നെ ചെറിയൊരു പാത്രത്തിൽ ഇത്ര ഭാഗവും. അപ്പോൾ ടൊമാറ്റോ ചീപ്പായിട്ട് കിട്ടുന്ന സമയത്ത് ഒരുമിച്ച് വാങ്ങിക്കുക. അതിനുശേഷം ഇതുപോലെ തന്നെ കെച്ചപ്പൊക്കെ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. കട്ട് ചെയ്തിടാനല്ലേ ലോങ് ആയിട്ട് നമ്മൾ എന്താ പരിപാടി? This side or this side? This side. The normal side. Okay, I'm going to open. But once this is this side, you should obey us, okay? Head. So swans in the evening. Yes. Okay? Let's go.